അരിസ്റ്റോട്ടലിൻ്റെ ഒരു വചനമുണ്ട്, എ ഫ്രണ്ട് ഈസ് സിംഗിൾ സോൾ ഡ്വെല്ലിംഗ് ടു ബോഡീസ്. നമ്മുടെ മക്കൾക്ക് ഒരേ മനസ്സോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തുണ്ടോ? അതാണ് ചോദ്യം. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള അവരുടെ ഒരു ഫ്രണ്ട് ആവാൻ സാധിക്കുന്നുണ്ടോ? കുട്ടികളുടെ ബാല്യവും യൗവനവും കടന്ന് കിട്ടുന്നത് വരെയെങ്കിലും എന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള, അവർക്കിഷ്ടമുള്ള, അവർക്ക് റോൾ മോഡലാക്കാവുന്ന ഒരു സുഹൃത്തുണ്ടാവുന്നത് നല്ലതാണ്, ഉണ്ടാവണം. അച്ഛനോടും അമ്മയോടും ഒക്കെ എന്തും പറയുന്നതിൽ ചിലപ്പോൾ മക്കൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവും. അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ, അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, അങ്ങനെ പലതും. പഴയതിനേക്കാൾ നമ്മുടെ കുട്ടികൾ ഇക്കാലത്ത് പലതുകൊണ്ടും ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അതൊന്ന് കേൾക്കാൻ, അതൊന്നും സാരമില്ലടോ എന്ന് പറഞ്ഞ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവരുടെ കണ്ണീരൊന്ന് തുടച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സുഹൃത്തുണ്ടെങ്കിൽ തകർന്നടിയുന്ന, വഴിതെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നിരാശരാകുന്ന ഒരുപാട് പേരെ മോചിപ്പിക്കാൻ സാധിക്കും. നാളെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, ഒരു മെന്റർ, ഒരു മാസ്റ്റർ. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും അച്ഛനമ്മമാര് ആ ചരടിന്റെ അറ്റം സദാ ഇങ്ങനെ കൈ പിടിക്കണം. ഈ പട്ടത്തിന്റെ അറ്റത്ത് കെട്ടിയ ചരടിൽ പിടിക്കും പോലെ ചരടിൽ പിടിച്ച് പട്ടത്തെ സ്വതന്ത്രമായിട്ട് പറക്കാൻ അനുവദിക്കണം. ചരട് വിട്ടാൽ ചിലപ്പോൾ ആ പട്ടം എവിടെയെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് മാറിഞ്ഞു പോകും. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, മാതാപിതാക്കൾ മക്കൾക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായിട്ട് മാറുക, അല്ലെങ്കിൽ ഒരു മെന്ററെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. രണ്ട്, പ്രായപൂർത്തിയാകും വരെയെങ്കിലും മക്കൾ എത്ര അകലത്തേക്ക് പോയി കഴിഞ്ഞാലും ആ ചരടിന്റെ അറ്റം പാരൻസിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം.